അത് എൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ അടുക്കളത്തോട്ടം ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിവിടെ ഇങ്ങനെ കേട്ടോ, തട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപിലത്തെ വീഡിയോയിൽ. സ്റ്റെപ്പാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. ഇത് കുറച്ച് താന്നിട്ട്, അപ്പുറം കുറച്ചതുപോലെ താന്നിട്ട്, അവിടെയൊക്കെ കൊണ്ടുപോകാൻ ഒത്തിരി ഉയർന്നിട്ട് അവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പുറം താന്നിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ അടുക്കളത്തോട്ടം. തോട്ടം എന്നൊന്നും പറയാനില്ല, ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇതാ പാൽമുളക്. ഇതിന് ഞങ്ങളിവിടെ പാൽമുളക് എന്നാണ് പറയൽ. പാലുമായി ഒരു ബന്ധവുമില്ല, പക്ഷേ എന്നാലും ഇതിനെ പാൽമുളക് എന്നാണ് പറയാറ്. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ. കണ്ടില്ലേ? ഇതാ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ, ഇതിൻ്റെ ഉള്ളിൽ സീഡ് വളരെ കുറവാകും. 1 or 2 ചിലതിന് ഉണ്ടാവാറുമില്ല കേട്ടോ. ഉണ്ടല്ലേ? അങ്ങനെ 2-3 തൈകളാട്ടോ. 3 തൈകൾ നിറയെ കായ്ച്ചിട്ടുണ്ട്. 3 തൈകളും നിറയെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് വഴുതനങ്ങയാണ്. ഇവിടെ ഒരു തൈ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇനി കുറച്ച് അപ്പുറത്തും ഇതുപോലെ ഉണ്ട്. പിന്നെ ഇതാ അത് ഇതുപോലെ തന്നെ വേറെ ഏതോ മുളകാണ്, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ ഒരു വഴുതനങ്ങ. പിന്നെ ഇതാ വയലറ്റ് വെണ്ട. ഇതിൽ 1 or 2 മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത് വിത്തിന് വെക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇതാ ഇവിടെയുണ്ട്. പിന്നെ ഇത് വഴുതന കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ വഴുതനയാണ് കേട്ടോ. ഇതൊക്കെ വഴുതനൻ്റെ തൈകളാണ്. ഇതാ ഇവിടെ ഒന്ന് കായ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കാണുന്നത് മൊത്തം വഴുതന ഇതാട്ടോ. വഴുതന കായ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പൂവുണ്ട്. പിന്നെ ഇതാ നീളം വഴുതനയാണ്. ഇതൊക്കെ വഴുതനയാണ്. പിന്നെ പുതിന, ഇത് പുതിനയാണ്. പിന്നെ വന്നിട്ട് ഇത് കുരുമുളക്, കുഞ്ഞു കുരുമുളകാണ്. ഇതാ അയിമലും ഇതാ ഉണ്ടായിട്ടുണ്ട്. ഇതോടെ ഇങ്ങനെ പടർന്ന് പന്തലിക്കൂല കേട്ടോ. പിന്നെ ഇത് ചീര. പിന്നെ വന്നിട്ട് ഇതാ തക്കാളിത്തൈ, ഇതൊരു തക്കാളിത്തൈ. പിന്നെ അവിടെ പുതിന. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതലും വഴുതനയും വെണ്ടയും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.